നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂര്യൻ ഉദിച്ച ദിനത്തിൽ ഏറ്റവും ഉത്തമമായത് വെള്ളിയാഴ്ചയാണ്. ആ ദിവസമാണ് ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതും അവരുടെ തൗബ സ്വീകരിക്കപ്പെട്ടതും വഫാത്തായതും വെള്ളിയാഴ്ച തന്നെ. അന്ത്യനാൾ സംഭവിക്കുന്നതും വെള്ളിയാഴ്ച തന്നെ. അന്ത്യനാളിനെ ഭയന്ന് നേരം പുലർന്നത് മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെ മനുഷ്യ ജിന്നുവർഗങ്ങൾ ഒഴികെയുള്ളവ സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്ന ഒരു പ്രത്യേക സമയം വെള്ളിയാഴ്ച ദിവസമുണ്ട്. കഅബ റളിയല്ലാഹു ചോദിച്ചു, വർഷത്തിൽ ഒരിക്കലാണോ? അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, അല്ല, എല്ലാ ജുമുഅ ദിവസവും. ആ ദിവസം കഅബ റളിയല്ലാഹു തൗറാത്ത് പാരായണം ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അബൂ ദാവൂദ്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥന അധികരിപ്പിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച. സലഫ് സ്വാലിഹ്യങ്ങൾ പറഞ്ഞതു കാണാം. നിശ്ചയം അള്ളാഹുവിന് ജനങ്ങൾക്ക് നൽകിയതല്ലാത്ത പ്രത്യേകമായ ഒരു ഔദാര്യമുണ്ട്. വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ച വൈകുന്നേരമോ ചോദിക്കുന്നവർക്കല്ലാതെ അത് കിട്ടുകയില്ല. പക്ഷേ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ട പരിഗണന നാം ഇന്ന് നൽകുന്നില്ല. ഒരു ദിവസം മുമ്പ് തന്നെ ജുമുഅയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുന്നവനാണ് പരിപൂർണ പ്രതിഫലം കരസ്ഥമാക്കുന്നവൻ. ഏറ്റവും കുറച്ച് പ്രതിഫലം ലഭിക്കുന്നവൻ വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ ശേഷം ഏത് ദിവസമാണ് ഇന്ന് എന്ന് ചോദിക്കുന്നവനാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രത്യേകം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമ്മോട് കൽപ്പിച്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ്. ആ ദിവസത്തിലാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. ആ ദിവസത്തിലാണ് വഫാത്തായതും. ആ ദിവസത്തിലാണ് കാഹളം ഊതപ്പെടുന്നത്. അതിനാൽ ആ ദിവസത്തിൽ നിങ്ങളെൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ സ്വലാത്ത് തീർച്ചയായും എനിക്ക് വെളിവാക്കപ്പെടും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് നബിയേ ഞങ്ങളുടെ സ്വലാത്ത് അങ്ങേക്ക് വെളിവാക്കപ്പെടുക? അങ്ങ് നുറുമ്പിയിട്ടുണ്ടാകില്ലേ? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും അമ്പിയാക്കളുടെ ശരീരം അള്ളാഹു ഭൂമിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ദീൻ പൂർത്തിയാക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് വെള്ളിയാഴ്ച ഒരു ആഘോഷ ദിവസവുമാണ്. അറഫയിൽ വെച്ച് ദീൻ പൂർത്തിയായതായി പ്രഖ്യാപിച്ച് ആയത്തിറങ്ങി. സത്യനിഷേധികൾ നിങ്ങളുടെ ദീനിനെ നേരിടുന്ന വിഷയത്തിൽ ഇന്നേ ദിവസം നിരാശരായിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ എന്നെ ഭയപ്പെടുക. ഇന്ന് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമിനെ നിങ്ങൾക്കുള്ള മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഒരു യഹൂദി ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഓതുന്ന നിങ്ങളുടെ ഗ്രന്ഥത്തിലെ ഒരു സൂക്തം ഞങ്ങളുടെ മേലാണ് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ ആ ദിവസത്തെ ഒരു ആഘോഷ ദിവസമാക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഏതാണ് ആ സൂക്തം? യഹൂദി പറഞ്ഞു, ഈ ദിവസം നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്ന സൂക്തമാണത്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ആ സൂക്തം ഇറങ്ങിയ ദിവസവും സ്ഥലവും ഞങ്ങൾക്കറിയാം. വെള്ളിയാഴ്ച ദിവസം അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുമ്പോഴായിരുന്നു അത്. ഈ ദിവസത്തിൽ പ്രത്യേകമായി ചില സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം. ഒരു ചരിത്രം കാണുക. സൈഫുദ്ദീൻ ബൽവാർ റളിയല്ലാഹു അൻഹു, ഒരു ദിവസം ഞാൻ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. സൈഫുദ്ദീൻ സൽവാർ റളിയല്ലാഹു പറഞ്ഞു, ഒരു ദിവസം ഞാൻ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവിടെയുള്ള ശ്മശാനത്തിൽ വെച്ച് ഇബ്നു ദഖീഖിൽ ഈദി റളിയല്ലാഹുവിനെ കണ്ടു. അദ്ദേഹം കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്നത് എൻ്റെ ഒരു സമകാലികനും ശിഷ്യനുമാണ്. അദ്ദേഹം മരിച്ചു. ഇന്നലെ ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ ദർശിച്ചു. ഞാൻ അവസ്ഥകൾ തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ഖബറിലേക്ക് വെച്ചപ്പോൾ ഒരു ഭീകരനായ നായ എൻ്റെ അടുക്കിലേക്ക് വരികയും എന്നെ ഭീതിപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തു. ഇത് കണ്ട് ഞാനാകെ പേടിച്ചരണ്ടുപോയി. അപ്പോൾ നല്ല സുമുഖരായ മൃദുല സ്വഭാവക്കാരനായ ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്ന് ആ ഭീകരമൃഗത്തെ ആട്ടിയോടിച്ചു. ശേഷം എൻ്റെ അടുത്തിരുന്ന് എന്നെ സന്തോഷിപ്പിക്കുന്ന സംസാരങ്ങളിൽ ഏർപ്പെട്ടു. ഞാൻ അവനോട് ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അവൻ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ ഓതാറുണ്ടായിരുന്ന സൂറത്തുൽ കഹ്ഫിൻ്റെ പ്രതിഫലമാണ്. തിരുനബി വിവാഹം ആദ്യവും അന്നാണ്. ആദ്യത്തെ ഭാര്യ ഖദീജ ബീവിയുമാണ്. കൂടാതെ നബിയും ആയിഷ ബി തന്നിലും ഉണ്ടായ ബന്ധവും അന്നു തന്നെ നിക്കാഹിലും. അലിയ ഫാത്തിമ ഇരുവരിൽ തന്നന്ന വൈവാഹികം തമ്മിൽ നടന്നതുമന്ന. അപ്പോൾ വിവാഹത്തിന് യൗമുൽ ജുമുഅത്ത് സുഹൃത്തുക്കളെ നന്നെന്ന് വന്നു റിവായത്ത്.